വിമൻസ് റിസർവേഷൻ ബിൽ പാസ്സായില്ലയോ? ചിലർ പറയുന്നു പാസ്സായി, ചിലർ പറയുന്നു പാസ്സായില്ല എന്ന്. എന്താണ് വസ്തുത എന്ന് നമുക്ക് നോക്കാം. 2023 തന്നെ വിമൻസ് റിസർവേഷൻ ആക്ട് അഥവാ നാരി ശക്തി വന്ദൻ അധിനിയമം പാസ്സായി. എന്താണ് ഈ ആക്ട്? 106ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് പ്രകാരം ലോക്സഭയിലും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും വിമന് 33% റിസർവേഷൻ കൊടുത്തു കഴിഞ്ഞു. 33% റിസർവേഷൻ SC/ST റിസർവേഷനിലും ഉൾപ്പെടുത്തി. ഈ 106ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടിലൂടെ ഏതൊക്കെ ആർട്ടിക്കിൾസിലാണ് മാറ്റം വരുത്തിയത്? 330A, 332A, 334A കൂടാതെ 239AA. പക്ഷെ എന്തുകൊണ്ടാണ് ഈ വിമൻസ് റിസർവേഷനിൽ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നത്? ഈ 106ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് പ്രകാരം വിമൻസ് റിസർവേഷൻ എപ്പോഴാണ് നിലവിൽ വരിക? 2026 സെൻസസിന് ശേഷം ഒരു ഡീലിമിറ്റേഷൻ നടത്തി അതിനുശേഷം മാത്രമേ വിമൻസ് റിസർവേഷൻ വരൂ. ഈ പ്രകാരമാണെങ്കിൽ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ ചിലപ്പോൾ 2034 ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ മാത്രമേ വിമൻസ് റിസർവേഷൻ നിലവിൽ വരൂ. ഇതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ 2011 സെൻസസ് പ്രകാരം പുതിയ ഡീലിമിറ്റേഷൻ കൊണ്ടുവന്ന് 2029 തന്നെ വിമൻസ് റിസർവേഷൻ കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഇതാണ് എതിർക്കപ്പെടുകയും പരാജയപ്പെടുകയും ചെയ്തത്. എന്നാൽ ഒറിജിനലായി 2023 പാസ്സാക്കപ്പെട്ട വിമൻസ് റിസർവേഷൻ ആക്ട് ഇന്നും നിലവിലുണ്ട്.